നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മനുഷ്യങ്കർ കടപ്പാട്ട് വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് വരുവാണ്. ഈ സമയത്ത് കമല ചോദിച്ചു, എടാ മോനെ, നീ ജയിലിൽ പോയായിരുന്നോ? അവരെ കാണോ പറ്റോ ചെയ്തോന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും മനുവിന് നല്ല ദേഷ്യം വന്നു. മനു പറഞ്ഞു, ജയിലിലേക്ക് പോകണോ? ഞാൻ എന്തിനാ ജയിലിലേക്ക് പോകുന്നേ? എന്തിനാ ഞാൻ പോയി കാണുന്നേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, ഒന്നുമല്ലേലും നിന്റെ ഹനുജനല്ലേടാ അവന്, ഹനുജനാണ് പോലും. ഈ കാര്യം പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും നാണക്കേടാ. അറിയാലോ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ട വരും. നല്ല കാര്യം ചെയ്തിട്ടാണല്ലോ പോയി കിടക്കണത്, അത്രയ്ക്ക് നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇവിടെ ഇതിനകത്തിരുന്ന് ഓരോന്ന് പറഞ്ഞാൽ മതി. എടാ, അവരങ്ങനെ അകത്ത് കിടക്കും, നിനക്ക് സങ്കടമൊന്നുമില്ലേ? അവർ പുറത്തിറക്കണ്ടേന്ന് ചോദിച്ചു. പുറത്തിറക്കണം പോലും, അതിനു വേണ്ടിയിട്ട് അച്ഛനും ചെറിയച്ഛനും കുറെ നടന്നല്ലോ. എന്നിട്ട് എന്തായി? വല്ലതും നടന്നോ? ഒന്നും നടന്നില്ലല്ലോ. എടാ, ഒന്നുമില്ലേലും നിന്റെ അനുജനല്ലേ, നീ ഇങ്ങനൊന്നും പറയരുത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് കേട്ടിട്ട് മനു പറഞ്ഞു, കൂടുതലൊന്നും പറയാതിരിക്കുന്നതായിരിക്കും അമ്മയ്ക്ക് നല്ലത്. അമ്മ ഒറ്റയൊരുത്തിന് എല്ലാത്തിനും കാരണം. എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അവന് സപ്പോർട്ടുമായിട്ട് വന്നേണ്ട്. എന്നിട്ടിപ്പോൾ എന്തായി? ഇപ്പം സപ്പോർട്ടൊന്നും ചെയ്യുന്നില്ലെന്നൊക്കെ ചോദിച്ചു കുറേ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്കും ശിവശങ്കരൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, എന്താണെങ്കിലും ഇനി 10-30 ദിവസം കഴിഞ്ഞിട്ടേ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ആ സമയത്ത് അവർക്ക് ജാമ്യം എടുക്കണം, അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. മനു പറഞ്ഞു, എനിക്കറിയില്ല അച്ഛാ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് മനുഷ്യന് വീട്ടിൽ കയറി ഇരിക്കാൻ പറ്റുന്ന കാര്യമാണ് എപ്പോഴും. ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ജോലിക്ക് പോകണം. അത് മാത്രമല്ല, പുറത്തിറങ്ങാൻ പറ്റാത്ത ഗതികേടാ. ഇവിടെ പിന്നെ ഇത്രയ്ക്കല്ലേ ഉള്ളൂ. പക്ഷേ എങ്കിൽ കടപ്പാട്ട് വീട്ടിലോ ഭവിതയുടെ പഠിത്തം, അതുപോലെ കൃഷ്ണമോളുടെ, അവർക്കൊക്കെ തല ഉയർത്തി പിടിച്ച് സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ പോകാൻ പറ്റുമോ? അത്രയ്ക്ക് വലിയ നാണക്കേടെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ. അമ്മയും അച്ഛനൊക്കെ ആണെങ്കിൽ വീട്ടിൽ തന്നെയുള്ളവരാ. പിന്നെ അച്ഛൻ പിന്നെ പുറത്തായതുകൊണ്ട് കുഴപ്പമില്ല, അച്ഛന് ഇത്ര പ്രശ്നമില്ല. ഞാനാണെങ്കിലും ജോലിക്ക് പോകുന്ന സ്ഥലത്താണെങ്കിലും കുറച്ച് ആൾക്കാർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയാം. എത്രമാത്രം നാണക്കേടുണ്ടെന്നറിയാമോ? പിന്നെ എനിക്കാണെങ്കിലും വീട്ടിലിരുന്നാണെങ്കിലും ജോലി ചെയ്യാമെന്ന് വെക്കാം. ഓഫീസിലേക്കൊന്നും പോയില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ സ്കൂളിലും കോളേജിലും പോകേണ്ട അവരുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതേപോലെ തന്നെ അങ്കിളിന് കട തുറക്കാൻ പറ്റുമോ? കട തുറന്നു പോയി സ്വസ്ഥത സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ? ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അപ്പോഴേക്കും കമല പറഞ്ഞു, അതിപ്പോൾ എന്താ, ഹരിശങ്കർ മാത്രം കാരണക്കാരനല്ലോ അതിന്, രോഹിത്തും കൂടി ഇല്ലേന്ന് ചോദിച്ചു. ഇതേ അമ്മ മിണ്ടരുത്, എല്ലാത്തിനും കാരണം ഹരിയാണ് ഈ പറയുന്ന രോഹിത്തിനെ വിളിച്ച് ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടെ. ഇപ്പം എല്ലാ കുറ്റങ്ങളും എൻ്റെ മോൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ നോക്കുമല്ലേ? അതെ, അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എത്ര പറഞ്ഞാലും അമ്മയുടെ തലയിലേക്ക് കയറത്തില്ല എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും കമല പറഞ്ഞു, കണ്ടില്ലേ അവൻ്റെ ദേഷ്യം, അവനോട് ഒരു കാര്യം പോലും പറയാൻ പറ്റില്ല. ശിവശങ്കരൻ പറഞ്ഞു, അവൻ പറഞ്ഞാൽ എന്താ തെറ്റിരിക്കണേ? നീ നേരാവണ്ണം വളർത്തുവാനും നോക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു. എടി, ഞാൻ ആ ദുബായി പോയി കഷ്ടപ്പെടുന്ന എന്തിനാന്ന് നിനക്കറിയാലോ. ആ സമയത്ത് നീയൊക്കെ ഇവിടെ തിന്നും കുടിച്ചു അങ്ങ് അർമാദിച്ചു. പറയുമ്പോൾ എല്ലാത്തിനും പണം കൊടുത്ത് എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ശിവശങ്കരനും അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് അലീന ഇങ്ങനെ ആലോചിക്കുവാണ്. കാരണം ആ പെൺകുട്ടി ഒന്ന് പോയി കാണണം. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അലീന അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനൊന്ന് പോയി കണ്ട് സംസാരിക്കണം എന്ന് അലീനയുടെ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. പാവം ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വല്ലാത്തൊരവസ്ഥയായിരിക്കും അതിന്. ഒരു പക്ഷേങ്കിൽ അതിൻ്റെ ജീവിതം തീർന്നെന്ന് കരുതി ഇനി അത് വല്ല ആത്മഹത്യ ചെയ്യുവോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ രോഗത്തിൻ്റെയും ഹരിയുടെയും ജീവിതം ഇനിയും നശിക്കാൻ പോകത്തുള്ളൂ. കാരണം ഒരിക്കലും അവർക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ആത്മഹത്യ പ്രണയക്കുറിത്തിനും അല്ലാതെ ഇങ്ങനെ ഈ ഒരു കാര്യത്തിനും കൂടെ അവരുടെ തലയിലേക്ക് കുറ്റം വരും. എങ്ങനെയെങ്കിലും ആ കൊച്ചിനെ പോയി കണ്ട് അതിന് ജീവിതത്തിലേക്ക് കൈ പിടിച്ച് കൊണ്ടുവരണം എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വരുവാണ്. അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം തൻ്റെ സഹോദരന്മാർ കാരണമല്ലേ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. പിന്നീട് അലീന ഒരു തീരുമാനം എടുത്തു. ശരണ്യയുടെ വീട്ടിലേക്ക് പോകാൻ തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. അതിനുശേഷം അലീന നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു. ബാലേന്ദ്രൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ശരണ്യയുടെ വീട് വരെ പോകണമെന്ന് പറഞ്ഞു. ശരണ്യയുടെ വീട്ടിലേക്കോ? അത് പിന്നെ അച്ഛാ, ആ പീഡനത്തിനിരയായ പെൺകുട്ടിയുണ്ടല്ലോ, അവളുടെ വീട്ടിലേക്ക്. നീ എന്തിനിപ്പോൾ അവളുടെ വീട്ടിലേക്ക് പോകുന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ആകെപ്പാടെ ദേഷ്യപ്പെടുകയാണ്. അച്ഛൻ പോവാതിരിക്കാൻ പറ്റില്ല. അച്ഛൻ അവളുടെ കാര്യമൊന്ന് ഓർത്തു വയ്ക്കേ. അച്ഛൻ്റെ മോനെക്കുറിച്ച് ഓർത്ത് എത്രമാത്രം വേദനിക്കുന്നുണ്ട്. അതിൻ്റെ ഇരട്ടി 10 മടങ്ങ് വേദന ആ വീട്ടുകാർക്ക് ആ മോളെക്കുറിച്ചുണ്ടായിരിക്കും. അതനുഭവിച്ച് വേദന എന്താണെന്ന് അതിന് മാത്രമേ അറിയുള്ളൂ. അത് കേട്ടപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ, നീ പോകുന്നുണ്ടല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
അവർ വാദികളും നമ്മൾ പ്രതികളുമാണ്. അപ്പോൾ പിന്നെ നമ്മളങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ അവർ വെറുതെ വിടുവോ? ഒരിക്കലും നല്ലൊരു സ്വീകരണം അല്ലായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ വീട്ടിൽ നിന്ന് ചെന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അവർ മിക്കവാറും തീർത്ത് കളയെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അച്ഛാ, എന്ത് തന്നെയാണെങ്കിലും അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ഇപ്പോഴാ പെങ്കൊച്ചിന് പോയി ആശ്വാസം പകരണം. കാരണം എല്ലാവരും അവളോടൊപ്പം കാണും, നിൻ്റെ കൂടെ ഞങ്ങളുണ്ടെന്ന് പറയാൻ കാണും. പക്ഷേ അവളെ ഒന്ന് ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനായിട്ട് കൈ പിടിച്ച് നടത്താനായിട്ട് ആരും കാണത്തില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവൾക്ക് പോയി ആശ്വാസം കൊടുക്കേണ്ട എൻ്റെ കടമയല്ലേ? എൻ്റെ സഹോദരന്മാർ കാരണമല്ലേ അവൾക്ക് ഈ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നേ മതിയാവുള്ള വെച്ചാൽ ഒരു പക്ഷേങ്കിൽ അല്ലെങ്കിൽ അവൾ ചിലപ്പോൾ വല്ല ആത്മഹത്യയും ചെയ്യും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കണേന്ന്. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അതത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, നിനക്കറിയാലോ. നീ വെറുതെ റിസ്ക് എടുക്കണ്ട അലീന പക്ഷെ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കില്ല. അലീന പറഞ്ഞു, എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല അച്ഛാ. അതിന് നിനക്ക് വീടും കാര്യങ്ങളൊക്കെ അറിയാവോ? അതൊക്കെ ഞാൻ എങ്ങനെയും ചോദിച്ചറിഞ്ഞ് പോയിക്കോളാം. എൻ്റെ കാര്യം ഓർത്ത് അച്ഛനും വിഷമിക്കേണ്ട. എന്ത് സംഭവിച്ചാലും ഞാൻ നല്ല ബോൾഡായിട്ട് നിൽക്കും. എനിക്കൊരു ഭയവും ഇല്ലെന്ന് പറഞ്ഞു. ഇനി അവരെന്നെ തല്ലി കൊല്ലാൻ വന്നാലും എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ നീ ഏറ്റെടുക്കുന്ന റിസ്ക് ചെറുതല്ല. കാരണം അങ്ങോട്ടേക്ക് ചെന്നിട്ടുണ്ട് ഒരു കോളനി പ്രദേശമെന്ന് അറിയാൻ കഴിഞ്ഞ് അവിടുത്തെ ആൾക്കാരൊക്കെ കൂടും. ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ പോലും ചോദിക്കാൻ പറ്റില്ല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തല കൊണ്ടേ വെച്ച് കൊടുക്കുന്നതല്ലേ. അലീന പറഞ്ഞു, അത് അവരും മനുഷ്യരല്ലേ അച്ഛാ. പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരിക്കും. അവരോട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. നല്ല കഥയായി. നിന്റെ എന്താ സ്വൈബുദ്ധിയൊക്കെ പോയെന്ന് ചോദിച്ചു ബാലേന്ദ്രൻ ദേഷ്യപ്പെടുന്നുണ്ട്. അലീന പറഞ്ഞു, എനിക്ക് പോയേ മതിയാവുള്ള അച്ഛാ, പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കയറിപ്പോയി. അപ്പോഴേക്കും കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു, എന്താ അലീന ചേച്ചി എന്താ പറയണേ? ആ വീട്ടിലേക്ക് പോവാനോ? വേണ്ട അലീന ചേച്ചി, ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, മോളെ നിന്നെപ്പോലെ തന്നെ ഒരു പെൺകുട്ടി അവളും. ഒരു പക്ഷെ നിനക്ക് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചിരുന്നെങ്കിലോ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ തന്നെ അവൾക്ക് വന്നാലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെപ്പോലെ നിന്നെപ്പോലെ ഒരു പെൺകുട്ടിയല്ലേ അവളെ ഈ സമയത്ത് ആശ്വസിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ ചേച്ചി? അതല്ല, അവിടേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ സാരമില്ല, അവരെന്ത് വേണം ചെയ്തോട്ടെ. കാരണം അവർ ചെയ്യുന്നതിൽ ന്യായമുണ്ട്. അവരുടെ മോൾക്കാണെങ്കിൽ ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ആ സ്ഥാനത്ത് ഇവിടെ ആർക്കെങ്കിലും ആണെങ്കിൽ നമ്മൾ ക്ഷമിക്കുമോ? നമ്മൾ എന്തൊക്കെ കാണിച്ചു കൂട്ടും? അത്രയും മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അലീന അങ്ങോട്ടേക്ക് പോവാണ്. പോയി കഴിഞ്ഞാൽ ബാലേന്ദ്രന് ഭയങ്കര ടെൻഷനായി. എന്തായി തീരും, എങ്ങനെയായി തീരുമെന്ന് ഒരു ടെൻഷനും കാര്യങ്ങളും ബാലേന്ദ്രൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് വൈജയന്തി ശിവശങ്കരനെ വിളിക്കുന്നുണ്ട്. ശിവശങ്കരനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ജയിലിൽ പോയി അവരെ കണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണമല്ലോ. ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു, ജയിലിൽ പോയി, പക്ഷെ കാണാനൊന്നും നിന്നില്ല എന്ന് പറഞ്ഞു. എന്തിനാ അദ്ദേഹം കാണുന്നേ? ഇനി 30 ദിവസം അവന്മാർ ജയിലിൽ തന്നെ കിടക്കുമെന്ന് പറഞ്ഞു. അല്ല ശിവേട്ട, അവരെ ജാമ്യത്തിൽ ഇറക്കാൻ നോക്കണ്ടേ? ഇറക്കണം. നമ്മൾ പറഞ്ഞ ഉടനെ ജാമ്യം എടുത്ത് വെച്ചിരിക്കുമല്ലോ ഇങ്ങ് തരാനായിട്ട്. അതിന് കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈജയ്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഊണും ഉറക്കമില്ലാതെ ഞാനും രാജീവിനും ഓടി നടന്നേ, എന്നിട്ട് പോലും ജാമ്യം കിട്ടിയില്ല. 30 ദിവസം കഴിയുമ്പോഴെങ്കിലും ജാമ്യം എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം വൈജ പറഞ്ഞു, പൈസ എത്ര മേളിലും മുടക്കാം, ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ ആ പെണ്ണിൻ്റെ മൊഴി പോലെ ഇരിക്കുമല്ലേ കാര്യങ്ങൾ. ആ പെണ്ണിനെ ഒന്ന് പോയി സ്വാധീനിക്കാൻ ശ്രമിച്ചാലോ? ആ പെണ്ണോട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാലോ? എന്ത് പറയുമെന്ന് നീ എന്ത് പറയുമെന്നാ വൈജ പറയണേ? ഒരു കാര്യം ചെയ്യാം, നീ അങ്ങോട്ട് ചെന്ന് പറയാൻ പറഞ്ഞു. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ പോയാലെന്ന് പറഞ്ഞു. നന്നായി. ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ആ പെങ്കൊച്ചിൻ്റെ വീട്ടുകാർ ചൂടുവെള്ളം ഒഴിച്ചു വിടും. അത് മാത്രമല്ല എല്ലാത്തിനും തീർത്ത് കളയെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ചെല്ലാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല, നീ ഇതെന്ത് ഭാവിച്ചാന്നൊക്കെ ചോദിച്ച് കുറേ ചീത്ത പറഞ്ഞു വൈജാനെ. ആ സമയത്ത് ശരണ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുവാണ്. അപ്പോഴേക്കും ശരണയുടെ സഹോദരൻ അങ്ങോട്ടേക്ക് വന്നു. സഹോദരൻ വന്നിട്ട് ശരണ്യെ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശരണ്യയ്ക്ക് സംഭവിച്ച ദുരന്തം. ഒന്നുമല്ലേലും സഹോദരൻ്റെ അല്ലേ നാണക്കേട് ഒരു വയസ്സേ, അതിനേക്കാളുപരി തൻ്റെ പെങ്ങൾക്ക് സംഭവിച്ച ദുരന്തം. ഈ പറയുന്ന രോഹിത്തിനെ ഹരിശങ്കറിനെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവരെ കൊന്നു തിന്നാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അവന്. അത്രയ്ക്ക് ദേഷ്യമായിരുന്നു. പിന്നീട് മുറിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ശരണ്യയുടെ അമ്മ വന്ന് ശരണ്യനെ വിളിക്കണം. ശരണ്യെ കണ്ണ് തുറന്ന് പതുക്കെ നോക്കുക മാത്രമേ ഇത്. അധികം സംസാരം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അച്ഛനും അമ്മയും നല്ല സപ്പോർട്ടായിട്ടാണ് അവൾക്ക് നിൽക്കുന്നത്. പോരാത്തതിന് അടുത്ത വീട്ടിലുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത വീട്ടിലൊരു ചേച്ചി അങ്ങോട്ട് വന്നു. ചേച്ചി വന്നിട്ട് ശരണ്യയുടെ അമ്മയോട് പറഞ്ഞു, അതെ ഇവളിങ്ങനെ കിടത്തിയിട്ട് കാര്യമുണ്ടോ? ഇവളെ ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തി എന്തെങ്കിലുമൊക്കെ കൊടുക്ക്, ഒന്ന് മുറി കൂടെയൊക്കെയാളൊക്കെ നടത്താനൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരണ്യയുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ ഞാൻ, എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ. കണ്ടില്ലേ ഈ കിടപ്പ് കാണുമ്പോഴെനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുവാണ്. ശരണ്യയ്ക്ക് ആ വിഷമം കൂടെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
അത്രയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓരോരുത്തരുടെ ദയനീയമായ നോട്ടങ്ങളും കാര്യങ്ങളും. അതോടൊപ്പം തന്നെ തൻ്റെ ഭാവി തകർന്നു. ഇനി എന്തിനു ജീവിച്ചിരിക്കണം എന്നും താൻ ഒരു ഇങ്ങനെ ക്രൂരമായിട്ട് ബലാത്സംഗത്തിനെതിരെ ഇരയായിട്ടൊരു പെൺകുട്ടി ആയിട്ടായിരിക്കും ഇനിയിപ്പോൾ അറിയപ്പെടാൻ പോകുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ശരണ്യയ്ക്ക് സഹിച്ചില്ല. അതിനേക്കാളുപരി താൻ സ്നേഹിച്ചു വിശ്വസിച്ച ആൾ തന്നെ ചതിക്കുക മാത്രമല്ല ബാക്കിയുള്ളവർക്ക് കാഴ്ച വെക്കുകയും കൂടെ ചെയ്തു. അത് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു ശരണ്യയ്ക്ക്. ഈ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന അങ്ങനെ ഒരു ഓട്ടോറിക്ഷ വന്ന് അവിടെ ഇറങ്ങി അങ്ങോട്ടേക്ക് കയറിപ്പോകാൻ തുടങ്ങുമ്പോഴത്തേനുമാണ് അവിടെയുള്ള അടുത്ത വീട്ടിൽ 1-2 പേരെ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അലീന അടിച്ചു, നീ ഏതാ പെങ്കൊച്ചെ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലോ, എന്താ ഏതാന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും പറഞ്ഞു, ഞാൻ പാലായെന്ന് വരുന്നാന്ന് പറഞ്ഞു. പാലായെന്ന് പറയുമ്പോൾ അതെവിടെ നിന്നാന്ന് ചോദിച്ചു. അത് ഞാൻ കടപ്പാട്ടൂരിന്നാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ചേച്ചി പറഞ്ഞു, അല്ല ഇതാ മറ്റേ ആ ചെറുക്കൻ്റെ സ്ഥലപ്പേരല്ലേ, ആ രോഹിത്തോ അവൻ്റെ എങ്ങാണ്ട് പത്രത്തിനകത്ത് ഇങ്ങനെ സ്ഥലപ്പേര് വായിച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് അലീനോട് ചോദിച്ചു, അല്ല നീ ആ കടപ്പാട്ടെന്ന് പറയുമ്പോൾ ആ ബാലേന്ദ്രൻ്റെ വീടിൻ്റെ അവിടെ നിന്നെങ്ങാനും ആണോ, ആ വീട്ടിൽ നിന്നെങ്ങാനും ആണോന്ന് ചോദിച്ചു. അതെ, ഞാൻ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാന്ന് പറഞ്ഞു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവരെന്ത് ചെയ്തു, അങ്ങോട്ടേക്ക് ഓടി. പിന്നെയുള്ള ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടുവാണ്. എല്ലാ ആൾക്കാരും വന്ന് അലീനയെ പൊതിഞ്ഞിരിക്കുക. ഈ സമയത്താണ് ശരണ്യയുടെ സഹോദരനകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. അവൻ വന്നു കഴിഞ്ഞപ്പോൾ അവന് കണ്ടത്. കാരണം തൻ്റെ സഹോദരി ഈ വിധമാക്കിയ അവൻ്റെ വീട്ടിൽ നിന്നാണ് വന്നേക്കെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴേക്കും ആൾക്കാർ പറഞ്ഞു, സ്വാധീനിക്കാൻ വന്നതല്ല നീയാ, ആ പെൺകൊച്ചിനൊന്ന് പോയി കാണടി, അതിൻ്റെ അവസ്ഥ കാണാം. നീ ഒരു പെണ്ണല്ലേ, എന്നിട്ട് നിനക്ക് എങ്ങനെ വരാൻ തോന്നി? പൈസ എങ്ങോട്ട് വന്നതായിരിക്കും. ഇവളെ വെറുതെ വിടല്ല, ഇവളെ വെറുതെ വിട്ടാൽ ശരിയാകത്തില്ല. നമ്മുടെ കൊച്ചിനെ ഈ വിധമാക്കിയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം ചുറ്റും കൂടി. അപ്പോഴേക്കും ശരണ്യയുടെ സഹോദരൻ പോയി ഒരു ജാറ് മണ്ണെണ്ണയൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഈ സമയം 2-3 ചേച്ചിമാർ അവളുടെ കയ്യിൽ അങ്ങോട്ട് പിടിച്ചു. ഒഴിക്കടാന്ന് പറഞ്ഞു. ഒഴിക്കുവാണ്. ഇവളെ നമുക്ക് പച്ചയ്ക്ക് കത്തിക്കാം, എന്ത് വന്നാലും ഞങ്ങൾ ഏറ്റു. കാരണം അവരുടെ കുടുംബത്തിൽ ഇങ്ങനെ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവർക്കും മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ സമയം പുറത്തെ അട്ടഹാസവും കാര്യങ്ങളൊക്കെ ശരണ്യ അകത്ത് കിടന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ശരണ്യയ്ക്ക് മനസ്സിലായി പുറത്തെന്തോ അപകടം നടക്കാൻ പോവാന്നുള്ള കാര്യം. അപ്പോഴേക്കും ശരണ്യയുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നു. ശരണ്യയുടെ അമ്മ വന്നിട്ട് ശരണ്യയോട് പറഞ്ഞു, അതെ ആ ചെറുക്കനുണ്ടല്ലോ, ആ രോഹിത്ത് എന്ന് പറയുന്നവൻ, അവൻ്റെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് വന്നിട്ടുണ്ട്. ആൾക്കാരെല്ലാം കൂടെ കൂടി അവളെ വളഞ്ഞു വെച്ചിരിക്കുക, അവളെ ഞങ്ങൾ വെറുതെ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആ സമയം ശരണ്യ ഇങ്ങനെ നോക്കി, എന്നിട്ട് പറഞ്ഞു, വേണ്ടമ്മേ ഒന്നും ചെയ്യണ്ടെന്നൊക്കെ പറയണം. ചെയ്യണ്ടാന്നോ? ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല മോളെ. എൻ്റെ മോളെ ഈ വിധമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ? ആ സമയത്ത് അലീന പറഞ്ഞു, എന്നെ വിട്, ഞാൻ പറയുന്നൊന്നും നിങ്ങൾ കേൾക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആൾക്കാരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഒരു ചേച്ചി പറഞ്ഞു, അതെ അവൾക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ അവൾ പറയട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ ഞാൻ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന, ഞാൻ ഈ പറയുന്ന രൂപത്തിൻ്റെ ആരുമല്ല എന്നൊക്കെ പറയണം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ ആ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന, എനിക്ക് ആ കുട്ടിയൊന്ന് കാണണമെന്ന് തോന്നി, ശരണ്യ ഒന്ന് കാണണമെന്ന് തോന്നി, ഒന്ന് സംസാരിക്കണം തോന്നി. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഞാൻ അവളെ സ്വാധീനിക്കാൻ വന്നൊന്നുമല്ല, പണം കൊടുത്ത് സ്വാധീനിക്കാനൊന്നും വന്നതല്ല. ഞാനൊരു പെണ്ണല്ലേ, അപ്പം എനിക്ക് ഇങ്ങനൊരു അവസ്ഥയുണ്ടെങ്കിൽ അപ്പം ഞാൻ അത് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് അവളെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് മാത്രം വന്നേന്നൊക്കെ പറഞ്ഞ് അലീന തൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും അവരുടെ ഉദ്ദേശമൊന്നും നടക്കുന്നില്ല. അലീന അവരുടെ മുന്നിൽ നല്ല ബോൾഡായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒടുവിൽ അവരവരുടെ ശ്രമം ഉപേക്ഷിക്കുന്നുണ്ട്. പിന്നീട് അലീന അവളെ കയറി കാണുന്നൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.